രാഹുൽ മാങ്കൂട്ടത്തലിന്റെ മുൻകൂർ ജാമ്യത്തിൽ ഹൈക്കോടതിയിൽ ഇന്ന് വിശദമായ വാദം നടക്കും. സാവകാശം കിട്ടിയാൽ ചില തെളിവുകൾ കൂടി ഹാജരാക്കാനുണ്ട് എന്ന് രാഹുൽ നേരത്തെ കോടതിയെ അറിയിച്ചിരുന്നു. ഉഭയസമ്മതപ്രകാരമുള്ള ബന്ധത്തിനപ്പുറം മറ്റൊന്നുമില്ലെന്നും തനിക്കെതിരെ ബലാത്സംഗ കുറ്റം നിലനിൽക്കില്ല എന്നുമാണ് രാഹുൽ മാങ്കൂട്ടത്തലിന്റെ വാദം. റിയ ബേബി ചേരുന്നുണ്ട് വിശദവിവരങ്ങളുമായി. റിയ, എന്താണ് ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ ധരിപ്പിക്കാനുള്ളത്? ഹൈക്കോടതിയിൽ ഇന്ന് വിശദമായ വാദം നടക്കുകയാണല്ലോ. മോത്തി, രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നൊരു നിർണായക ദിവസം തന്നെയാണ്. കാരണം 2 ബലാത്സംഗ കേസുകളിലെയും ഹർജികൾ ഇന്ന് ഹൈക്കോടതിയുടെ മുന്നിലേക്ക് എത്തുകയാണ്. ആദ്യ കേസിൽ നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം ലഭിച്ചിരുന്നു. പക്ഷെ അതിൻ്റെ ഒരു വിശദമായ വാദത്തിലേക്ക്, കേസിന്റെ മെറിറ്റിലേക്ക് ഇന്നായിരിക്കും ഹൈക്കോടതി കടക്കുക. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു സ്ഥിരം കുറ്റവാളിയാണെന്നും ഒരു ക്രിമിനൽ സ്വഭാവമുള്ള ഈ കേസുകളിൽ അത്തരത്തിലൊരു സ്വഭാവം രാഹുലിനുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളായിരുന്നു അന്വേഷണ സംഘം കോടതിയെ ബോധിപ്പിച്ചത്. രാഹുലിന്റെ വാദം എന്ന് പറയുന്നത് തനിക്കെതിരെ ബലാത്സംഗ കുറ്റം ഈ കേസിൽ നിലനിൽക്കില്ല, പരസ്പര സമ്മതത്തോടെയുള്ള ബന്ധമാണ്. അതുകൊണ്ട് തന്നെ ബലാത്സംഗ കുറ്റം നിലനിൽക്കില്ല, കുറച്ചുകൂടി തെളിവുകൾ തനിക്ക് ഹാജരാക്കാനുണ്ട് എന്നതൊക്കെയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തലിന്റെ വാദം. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്, പ്രതികരണത്തിന് മാധ്യമപ്രവർത്തകർ ശ്രമിച്ചപ്പോൾ എല്ലാം കോടതിയിൽ ബോധിപ്പിക്കും എന്നതായിരുന്നല്ലോ പ്രതികരണം. അപ്പോൾ അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ത് പറയും എന്നുള്ളതാണ്. പക്ഷേ അന്വേഷണ സംഘം അതിനെ കൃത്യമായി തന്നെ എതിർക്കുന്നുണ്ട്. കാരണം ഒരു രാഹുലിന്റെ ഈ കേസുകളുമായി ബന്ധപ്പെട്ട ഒരു സ്വഭാവം, ആവർത്തിച്ചുള്ള കുറ്റകൃത്യങ്ങൾ, അതൊക്കെയായിരിക്കും കോടതി മുമ്പാകെ ഈ ജാമ്യം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെടാനുള്ള കാരണങ്ങളായി നിരത്തുക. രണ്ടാമത്തെ കേസിലും ഹൈക്കോടതി ഇന്ന് പരിഗണിക്കുന്നുണ്ട്. തിരുവനന്തപുരം സെഷൻസ് കോടതി രാഹുലിന്റെ ജാമ്യം നൽകിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട ഹർജിയാണ്. അതിനെതിരെയാണ് സർക്കാർ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയിരിക്കുന്നത്. ആ പരാതിയുടെ ഗുരുതര സ്വഭാവം അടക്കം ഹൈക്കോടതിയെ ബോധിപ്പിക്കാനാണ് അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്. 23-കാരിയായ ബംഗളൂരു സ്വദേശിനിയെ പീഡിപ്പിച്ചു എന്നതാണ്, ലൈംഗിക അതിക്രമം നടത്തി എന്നതാണ് ആ കേസ്. KPCC പ്രസിഡന്റിന് ലഭിച്ച ഒരു പരാതിയാണ്. അതാണ് പിന്നീട് പോലീസിന് മുമ്പാകെ എത്തിയത്. അപ്പോൾ അതിൻ്റെ ഒരു സ്വഭാവം ഒക്കെ കോടതിയെ ബോധിപ്പിക്കാനാണ് അന്വേഷണ സംഘം ശ്രമിക്കുക. എന്തായാലും ഇന്ന് എന്താണോ ഹൈക്കോടതിയിൽ നിന്നൊരു തീരുമാനം വരുന്നത് അതായിരിക്കും അന്വേഷണ സംഘത്തിന്റെ തുടർന്നുള്ള നീക്കങ്ങൾ തീരുമാനിക്കുക. പ്രത്യേകിച്ച് കസ്റ്റഡിയിൽ എടുത്ത് ചോദ്യം ചെയ്ത അടക്കമുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക ഹൈക്കോടതിയുടെ ഈ തീരുമാനത്തിനനുസരിച്ചായിരിക്കും. മോത്തി, ശരി.